പോവറണ്ടോ ഹർജിയിൽ നോട്ടീസ് ഹൈക്കോടതി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കൗൺസിലർക്ക് ഒരു കാരണവശാലും ഈ കൗൺസിൽ യോഗത്തിനകത്ത് ഈ 20 പേർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. ബഹുമാനപ്പെട്ട ജില്ലാ ഭരണാധികാരിയുടെ ഭാഗത്തുനിന്നോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നോ അങ്ങ് ആവശ്യപ്പെട്ട തരത്തിലുള്ള ഒരു ഉത്തരവും രേഖാമൂലമോ വാക്കാലോ മേയർക്കോ കോർപ്പറേഷൻ സെക്രട്ടറിയോ കിട്ടാത്ത സാഹചര്യത്തിൽ അത്തരത്തിലേക്ക് ഒരു ചിന്ത പോലും നടത്തുവാൻ സാധ്യമല്ല എന്നുള്ളത് ബഹുമാനപുരസരം അങ്ങേ അറിയിക്കുകയാണ്. ഈ കൗൺസിലിനകത്ത് അവരെ ഇരുത്തിക്കൊണ്ട് ഏത് തീരുമാനമെടുത്താലും അത് അസാധുവാകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല എന്നുള്ളതാണ്. ഒരു കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്താൽ അതിൻ്റെ വിധിയും ദീപക് തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലേറിയതിന് ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗം ഇന്ന് നടക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഇവിടെ സത്യപ്രതിജ്ഞ സമയത്ത് നിരവധി കൗൺസിലർമാർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അതായത് നിരവധി ദൈവങ്ങളുടെ പേര് ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇത് നിയമലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്നുള്ള തരത്തിലുള്ളൊരു ഹർജിയെല്ലാം തന്നെ കോടതിയിൽ എത്തിയിരുന്നു. ഈ ഒരു വിഷയം ഉൾപ്പെടെ ഈ ഒരു കൗൺസിൽ യോഗത്തിൽ ചർച്ചയാകുമോ എന്നുള്ള ചോദ്യമാണ്. ആദ്യ കൗൺസിൽ യോഗത്തിൽ തന്നെ വാഗ്വാദങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നു. എന്തായാലും ഇപ്പോൾ കൗൺസിൽ യോഗം ചേരുകയാണ്. സംബന്ധിച്ച് 4 മുതൽ 23 പേര് വരെയുള്ള കൗൺസിലർമാരുടെ കാര്യം വിൽ ബി സബ്ജക്ട് ടു ദി റിസൾട്ട് ഓഫ് ദി റിട്ട് പെറ്റീഷൻ എന്നുള്ളത് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാവർക്കും നോട്ടീസും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ നിയമത്തിനകത്ത് ഒരു ചോദ്യചിഹ്നമാണ്. പോവറണ്ടോ ഹർജിയിൽ നോട്ടീസ് ഹൈക്കോടതി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കൗൺസിലർക്ക് ഒരു കാരണവശാലും ഈ കൗൺസിൽ യോഗത്തിനകത്ത് ഈ 20 പേർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ച വിഷയമാണ്. ഈ ഹൈക്കോടതിയിൽ ഇത് സ്വീകരിച്ച വിഷയമായതുകൊണ്ട് തന്നെ ഈ കൗൺസിലിനകത്ത് അവരെ ഇരുത്തിക്കൊണ്ട് ഏത് തീരുമാനമെടുത്താലും അത് അസാധുവാകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല എന്നുള്ളതാണ്. അത് ഒരു ക്ലിയർ ഓർഡറാണ് ആ കാര്യത്തിനകത്ത് പറയുന്നത്. അപ്പം എടുക്കുന്ന തീരുമാനങ്ങൾ അത് യാതൊരു വിലയുമില്ലാത്ത രൂപത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പോകുകയാണ്. ചട്ടവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് അത്. ഞാൻ ഇതിനകത്ത് പോയിന്റ് ഓഫ് ഓർഡറിൽ കൂടി മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 20 ആളുകളെയും മാറ്റി നിർത്തണം. അതല്ലാതെ ഈ കേസിൻ്റെ പെറ്റീഷണർ എന്ന് പറയുന്നത് ഞാനാണ്. ഇതല്ലാതെ ഈ പറയുന്ന കൗൺസിലിനകത്ത് 20 പേരെയും വെച്ചുകൊണ്ട് ഈ മീറ്റിംഗ് നടത്താൻ പോയാൽ മൈ സ്ട്രോങ് പ്രൊട്ടസ്റ്റ് ആൻഡ് ഒബ്ജക്ഷൻ മേ ബി റെക്കോർഡഡ്. ബഹുമാനപ്പെട്ട SP ദീപക് മെമ്പർ പറഞ്ഞതിന് വ്യക്തമായിട്ട് ഗൗരവമായിട്ട് തന്നെയാണ് ഞാൻ കേട്ടത്. എന്നാൽ നമുക്കറിയാം, ബഹുമാനപ്പെട്ട ജില്ലാ ഭരണാധികാരിയുടെ ഭാഗത്തുനിന്നോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നോ അങ്ങ് ആവശ്യപ്പെട്ട തരത്തിലുള്ള ഒരു ഉത്തരവും രേഖാമൂലമോ വാക്കാലോ മേയർക്കോ കോർപ്പറേഷൻ സെക്രട്ടറിയോ കിട്ടാത്ത സാഹചര്യത്തിൽ അത്തരത്തിലേക്ക് ഒരു ചിന്ത പോലും നടത്തുവാൻ സാധ്യമല്ല എന്നുള്ളത് ബഹുമാനപുരസരം അങ്ങേ അറിയിക്കുകയാണ്. അത് തെറ്റാണ്. കാര്യം നോട്ടീസ് കോർപ്പറേഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. നിങ്ങളെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് യു ഹാവ് ദി നോട്ടീസ്. മാറ്റി നിർത്തണം എന്നൊരാവശ്യം ഞങ്ങൾക്ക് രേഖാമൂലമോ വാക്കാലോ വന്നിട്ടില്ല എന്നാണ് ഞാൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ തീരുമാനമെടുക്കുവാൻ ഈ ഡയസിന് സാധിക്കുകയില്ല. ഗിരിമാർ പറയും. ബഹുമാനപ്പെട്ട മേയർ, ഇപ്പോൾ ബഹുമാനപ്പെട്ട ഒരു അംഗം വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ് സൂചിപ്പിച്ചതെന്നാണ് പറയുന്നതെങ്കിൽ ആ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ആരാണ് ചുമതലപ്പെടുത്തിയത് ഈ നോട്ടീസ് കൈപ്പറ്റാൻ? അങ്ങനെ തിരുവനന്തപുരം നഗരസഭയുടെ സെക്രട്ടറിക്ക് മുമ്പാകെ വരുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് വരുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് നഗരസഭ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉള്ളത്. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം എവിടെയെങ്കിലും പോയി നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ ഈ കൗൺസിൽ ശുപാർശ ചെയ്യും. കാരണം ഇത്തരത്തിലുള്ള പ്രവണതകളല്ല ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള പ്രവണതകളല്ല നമ്മുടെ മുമ്പാകെ വേണ്ടത്.
കൃത്യമായി നഗരസഭാ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ അംഗങ്ങൾക്കോ നോട്ടീസ് കോടതി അയച്ചിട്ടുണ്ടെങ്കിൽ അത് കൈപ്പറ്റേണ്ടത് അവരാണ്. സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന രീതിയിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ള കൃത്യമായ അന്വേഷണം, അത് മാത്രമല്ല അത് ബഹുമാനപ്പെട്ട അംഗത്തിന് എങ്ങനെയാണ് മനസ്സിലായെന്നുള്ളത് ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിൽ ബഹുമാനപ്പെട്ട ഈ അംഗത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം നഗരസഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ആരെയും അറിയിക്കാതെ ഒരു വ്യക്തിപരമായിട്ട് ഒരു അംഗത്തിനെ മാത്രം വിളിച്ചറിയിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ ഔദ്യോഗികമായിട്ട് തുടരാൻ യോഗ്യനാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതാണെന്ന് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇതിൽ ഞാനാണ് പെറ്റീഷണർ, അതുകൊണ്ട് ഈ കാര്യം അറിയുന്നതിനെ സംബന്ധിച്ച് ഒരു പെറ്റീഷണർ എന്നുള്ള രൂപത്തിൽ എനിക്ക് ഈ കാര്യങ്ങൾ അറിയുന്നതിനകത്ത് ഒരു നിയമ തടസ്സവുമില്ല. 2, സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് അറിയാവുന്നതുപോലെയും ബഹുമാനപ്പെട്ട മേയർക്ക് അറിയാവുന്നതുപോലെ തന്നെയും സ്റ്റാൻഡിംഗ് കൗൺസിൽ ഈ കോർപ്പറേഷനാണ് വെച്ചിട്ടുള്ളത്. ആ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഒരു റിട്ട് പെറ്റീഷൻ വരുമ്പോഴത്തേക്ക് നോട്ടീസ് കൈപ്പറ്റുക എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ ചുമതലയാണ്. ഹൈക്കോടതിയിൽ ഗവൺമെന്റിന്റെ എതിരെ ഒരു കേസ് വന്നാൽ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡിംഗ് കൗൺസിൽ ആ നോട്ടീസ് കൈപ്പറ്റുമെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. 2, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇതിനകത്ത് ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്. 20 പേർക്കും ഒരു പെറ്റീഷണർ എന്നുള്ള രൂപത്തിൽ എൻ്റെ റിട്ട് പെറ്റീഷനെ തുടർന്ന് ഹൈക്കോടതിയാണ് സമൻസ് നോട്ടീസും സർവ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് നിയമപരമായി ഇപ്പോൾ ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ ബഹുമാനപ്പെട്ട മേയർക്കത് നല്ലതുപോലെ അറിയായിരിക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നം. അതായത് ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഞാൻ ഒരു പെറ്റീഷണർ എന്നുള്ള രൂപത്തിൽ ഒരു ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വിധി അത് ജനം മുഴുവൻ അറിഞ്ഞതാണ്. ഈ നാട്ടിലെ മാധ്യമങ്ങൾ മുഴുവൻ വെച്ച് ആ മാധ്യമങ്ങൾ മുഴുവൻ എല്ലാ മാധ്യമങ്ങളിൽ കൂടിയും ഈ കോർപ്പറേഷനെതിരെ ഇങ്ങനെ 20 പേരെ സംബന്ധിച്ചുള്ള കേസ് റിട്ട് പെറ്റീഷൻ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അറിഞ്ഞിട്ട് അറിയാതെ ഈ കാര്യങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇതിനകത്ത് എൻ്റെ പ്രൊട്ടസ്റ്റും അതുപോലെ തന്നെ എൻ്റെ ഒബ്ജക്ഷനും ഇതിനകത്ത് ഈ പറയുന്ന കൗൺസിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടു പോകുന്നതിനകത്ത് റെക്കോർഡ് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ കാര്യത്തിനകത്ത് പറയുന്നത്. നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ശ്രീ ദീപക് ഇവിടെ സൂചിപ്പിച്ചത് ഒരു കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്താൽ അതിൻ്റെ വിധിയും ദീപക് തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഒരു റിട്ട് ഫയൽ ചെയ്തു, അതിൻ്റെ അംഗങ്ങൾക്ക് നോട്ടീസ് നാളെ ഇതുവരെ ലഭിച്ചിട്ടില്ല. സ്റ്റാൻഡിംഗ് കൗൺസിലിന് ഒരു നോട്ടീസ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെല്ലാം അയോഗ്യതയാണ് എന്ന് വിചാരിക്കുന്ന അങ്ങ് വളരെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ആമുഖമായിട്ട് അങ്ങോട്ട് സൂചിപ്പിക്കാറ്. ഒരു കേസ് ഒരാളിന് ഏത് വ്യക്തിക്കും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജില്ലാ കോടതിയിലുമൊക്കെ ഏത് വിഷയത്തെ സംബന്ധിച്ചും കൊടുക്കാം. കോടതിയുടെ വിധി വരട്ടെ, അല്ലെങ്കിൽ കോടതിയുടെ ഒരു ഡയറക്ഷൻ ഇന്ന രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ശരിയല്ല എങ്കിൽ മറ്റൊരു സത്യപ്രതിജ്ഞ കൂടി ചെയ്യണം. അല്ലാതെ ഇവരെ ആരെയും തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കാൻ ഇവിടെ നിയമമില്ല എന്ന് ശ്രീ ദീപക് മനസ്സിലാക്കണം. ആദ്യത്തെ കൗൺസിൽ യോഗത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ ഒരു ഫയൽ ചെയ്തു നോക്കട്ടെ, കോടതി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അല്ലാതെ ചില കാര്യങ്ങളെ സ്പർശിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നമുക്ക് ഇന്ന് വരെ നഗരസഭയുടെ ചരിത്രത്തിലില്ലാത്ത ഇതുപോലുള്ള ചരിത്രങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ പല ആളുകളും കേസുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലൊക്കെ നിരവധി കേസുകളുമായിട്ട് പലരും പോയിട്ടുണ്ട്. ആ കേസുകൾക്കൊക്കെ തന്നെ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ആ തീർപ്പുകളൊന്നും തന്നെ ആ നിലവിലുള്ള സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷമുള്ള അവരെ അയോഗ്യതയാക്കിക്കൊണ്ടുള്ള ഒരു ചരിത്രവും തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിലെ ഹൈക്കോടതിയുടെ ചരിത്രത്തിലോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒരു നോട്ടീസ് കിട്ടട്ടെ, നമ്മൾ അതിന് ഹൈക്കോടതിയിൽ മറുപടി കൊടുത്ത് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചോളാം. അങ്ങ് ഇപ്പോൾ ഒരു വിധി പ്രസ്താവന വേണ്ട. എന്തായാലും CPM-ന്റെ കൗൺസിലറായ SP ദീപക് പറഞ്ഞിരിക്കുന്നത് ഈ 20 കൗൺസിലർമാരെയും മാറ്റി നിർത്തണം, പുറത്താക്കണം എന്നാണ്. സത്യപ്രതിജ്ഞ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ്. അതേസമയം ഈ ഒരു വാക്യത്തിന് മറുപടിയായി MR ഗോപൻ നൽകിയ മറുപടി ഇങ്ങനെയാണ്. ദീപക് തന്നെ വിധി പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്, ഇത് കോടതിയുടെ പരിഗണനയിൽ ഉള്ള കാര്യമാണ് എന്നാണ്. എന്തായാലും ഈ ഒരു ആദ്യ കൗൺസിൽ യോഗത്തിൽ തന്നെ ചെറിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.